സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപരമ്പരയ്ക്ക് നമസ്കാരം. സജ്ജനങ്ങളെ, നമ്മൾ ഗുരു വിദ്യാസാഗർ ഒഫീഷ്യൽ എന്ന ചാനലിലൂടെ സച്ഛാസ്ത്രങ്ങളെ ക്രമികമായി പരിചയപ്പെടുത്തുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. ഇവ പരമാവധി സ്വന്തം ഉപാസനയ്ക്കും സ്വന്തം ജീവിത ലക്ഷ്യപൂർത്തീകരണത്തിനും വേണ്ടി ഉപയോഗിച്ച് ഉയരുവാൻ വേണ്ടി എല്ലാവർക്കും അനുഗ്രഹത്തോടു കൂടിയാണ്, ഗുരുപരമ്പരയുടെ പൂർണ്ണാനുഗ്രഹത്തോടു കൂടിയാണ് ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ദേവീ മഹാത്മ്യം, സുന്ദരകാന്ഡം എന്നീ ക്ലാസുകൾ നാമമാത്രമായ ദക്ഷിണ മാത്രം സ്വീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വൈദിക സൂക്തങ്ങളും സംസ്കൃത പാഠ പദ്ധതിയുമൊക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ ലളിതാ സഹസ്രനാമം സൗജന്യമായി തന്നെ കൊടുക്കണം എന്നാഗ്രഹിക്കുന്നു. ലളിതാ സഹസ്രനാമം ലോകം മുഴുവൻ എത്തിച്ച ഒരു അവതാരമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടേത്. അമ്മയുടെ അനുഗ്രഹം ഈ ഒരു സത്സംഗത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് സൗന്ദര്യലഹരി അടക്കമുള്ള സൗന്ദര്യലഹരി നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ സീരീസായിട്ട് സൗജന്യമായി ചെയ്തിരുന്നു. പിന്നെ എന്തുകൊണ്ട് തൽക്കാലം നിർത്തി വെച്ചെന്ന് വെച്ചാൽ, ചില ഇടങ്ങളിലൊക്കെ ആളുകൾ ഈ വീഡിയോ ദുരുപയോഗം ചെയ്യുകയാണ്. അതായത് അവർ ഇതിൽ നിന്ന് ആശയ ചോരണം അല്ലെങ്കിൽ ആശയങ്ങൾ മോഷ്ടിക്കൽ ചെയ്തിട്ട് പണത്തിന് കോഴ്സുകൾ തുടങ്ങി ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണത് നിർത്തേണ്ടി വന്നത്. അതുപോലെ ഇതിനും സംഭവിക്കാതിരിക്കട്ടെ. സജ്ജനങ്ങളുടെ ജാഗ്രതയാണ് ആശയചോരണം തടയാനുള്ള ഏക വഴി എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ജ്ഞാനാനന്ദമയനായ ഹയഗ്രീവ ഭഗവാനെ ഓർത്തുകൊണ്ട്, സകല ശാസ്ത്ര വിശാരദനായ അഗസ്ത്യമുനിയെ ഓർത്തുകൊണ്ട്, ലോപാമുദ്രാംബയെ സ്മരിച്ചുകൊണ്ട്, ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ സകല നാഥന്മാരെയും സ്മരിച്ചുകൊണ്ട്, എല്ലാവർക്കും ഉപരിയായി നിലകൊള്ളുന്ന പരമശിവനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമം ചർച്ച ചെയ്യുകയാണ്. ആഴ്ചയിൽ ഏതൊക്കെ ദിവസം നമ്മൾ ഈ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം യാത്രയും പൊതുപരിപാടികളും ക്ഷേത്രത്തിലെ പരിപാടികളും മറ്റ് പൂജാ കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായി ഇന്ന ദിവസം തന്നെ വീഡിയോ ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലളിതാ സഹസ്രനാമത്തെപ്പറ്റി ഹ്രസ്വമായ വീഡിയോകൾ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. മാത്രമല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും വ്യക്തിപരമായ ആഭിചാരദോഷങ്ങൾ അല്ലെങ്കിൽ മറ്റ് കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുവാൻ വേണ്ടി പ്രത്യേകമായൊരു നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നതാണ്. അത് ദുരുപയോഗം ചെയ്യരുത്. ഒരു കാരണവശാലും അതിലേക്ക് വിളിക്കരുത്. വാട്സപ്പ് സന്ദേശങ്ങൾ മാത്രം അയയ്ക്കുക. അങ്ങനെയെങ്കിൽ അതിൽ മറുപടി അയക്കും. ആർക്കെങ്കിലും ശാസ്ത്രവിഷയകമായിട്ട് ഈ ലളിതാ സഹസ്രനാമത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് ശാസ്ത്രങ്ങളെ പറ്റിയോ, ഭഗവത്ഗീതയുടെ ഒരു സീരീസ് കൂടി തുടങ്ങിയിട്ടുണ്ട് സൗജന്യമായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിലുള്ള ശാസ്ത്ര വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ആ ശാസ്ത്ര വിഷയങ്ങളിൽ ഉള്ള സംശയങ്ങളെ അറിയിക്കുവാൻ, എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ നമ്പർ ഉപയോഗപ്പെടുത്താം. അതിലും ഇതുപോലെ വിളിക്കാതെ ടെക്സ്റ്റ് ചെയ്യുക മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാസത്തിലൊരിക്കൽ അത്തരത്തിലുള്ള വിഷയങ്ങളെ നമ്മൾ ഓരോ സംശയങ്ങളായിട്ട് എടുത്തിട്ട് ഒരു എപ്പിസോഡ് അതിനുവേണ്ടി മാത്രം ഉത്തരം പറയാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പം നമുക്കറിയാം, ഈ ജഗത്തെന്ന് പറയുന്നത് ശിവശക്തികളുടെ ഒരു കേളീരംഗമാണ്. ജഗത്ത് ശിവശക്തികളാൽ നിറഞ്ഞിരിക്കുകയാണ്. ശിവശക്തികളാണ് ഈ ജഗത്തെന്ന് പറയപ്പെടുന്നത്. ഈ ജഗത്തിൻ്റെ പിതാക്കളും ശിവശക്തികൾ തന്നെ. അണുവിലും മഹത്തായതിലുമെല്ലാം ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന, എന്നാൽ ഇതിനെല്ലാം ഭരിക്കുന്ന ജഗത് പിതാക്കളായിട്ടാണ് ശിവശക്തികളെ കാണുന്നത്. ആ ശിവശക്തിയാത്മകമായ പരമതത്വത്തെ ശ്രീവിദ്യ എന്നോ
ഭഗവതി എന്നോ ഭഗവാൻ എന്നോ ഏത് നാമത്തിൽ വിളിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉദ്ഭവവും അതിൻ്റെ പൂർവ്വചരിത്രവും ലളിതോപാഖ്യാനത്തിൽ വളരെ വിശദമായി പറഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തെ സ്മരിക്കുന്നതിന് മുൻപ് ആരാണ് ലളിതാംബിക എന്നതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്തുകൊണ്ട് ഏകദേശം ഒരു ധാരണ എന്ന് പറയാൻ കാരണം, ലളിതാ പരമേശ്വരി എന്ന് പറയുന്നത് വാക്കിനതീതമായ തത്വമാണ്. കുണ്ടലിനി തത്വമാണ്, വാക്കിനതീതമായ തത്വമാണ്. മനോവാചാം അഗോചര, മനസ്സിനും വാക്കിനും കണ്ടെത്താൻ കഴിയാത്ത, രഹസ്യം പിടികിട്ടാത്ത അത്രയും രഹസ്യാത്മകമായ പരംപൊരുളിനെയാണ് ലളിതാംബിക എന്ന് വിളിക്കുന്നത്. കാളിദാസൻ പറഞ്ഞല്ലോ, കൃഷ്ണേന തൃഷ്ണേന സംപൂജ്യസേ. അമ്മയെപ്പറ്റി ശ്രീകൃഷ്ണനാൽ അതീവ തൃഷ്ണയോടുകൂടി ആരാധിക്കപ്പെട്ടവൾ എന്ന് പോലും ദേവിയെ പറയുന്നു. അപ്പോൾ അവതാരങ്ങൾ പോലും പൂജിക്കുകയും അവതാരങ്ങൾ പോലും അവരുടെ അവതാര കർമ്മങ്ങൾ, അവതാര ധർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടിയുള്ള ശക്തിക്ക് വേണ്ടി ഉപാസിക്കുന്ന ശക്തിയാണ് സാക്ഷാൽ ലളിതാംബിക. ലളിതാംബിക എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പരമവിശുദ്ധിയും പരമശക്തിയും കൂടി ഉള്ളുന്നു. അനേകം സമ്പ്രദായങ്ങൾ ഭാരതത്തിൽ ലളിതാ പരമേശ്വരിയുടെ ആരാധനയ്ക്കായിട്ടുണ്ടായിട്ടുണ്ട്. രാജരാജേശ്വരി എന്നും ശ്രീ മഹാത്രിപുര സുന്ദരി എന്നും ഒക്കെ വിളിക്കുന്നത് ഇതേ ശക്തിയെയാണ്. പരാശക്തി എന്ന് വിളിക്കുന്നതും അമ്മയാണ്. ഈ ലളിതാ സഹസ്രനാമത്തിലെ പല മന്ത്രങ്ങളും എടുത്താൽ അതിൽ ഈ കാര്യം വെളിവാക്കിയിട്ടുണ്ട്. എല്ലാ മന്ത്രങ്ങളും അമ്മയെപ്പറ്റിയാണ്. പരാശക്തി, പരാനിഷ്ഠ എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളിൽ കൂടുതൽ വ്യക്തമായിട്ട് നേരിട്ട് അഡ്രസ്സ് ചെയ്യുകയാണ് ദേവിയെ. അപ്പോൾ നമുക്കിവിടെ അനൗപചാരികമായി എത്ര കാലം ദേവി അനുവദിക്കുമോ അത്രയും കാലം ലളിതാ പരമേശ്വരിയെ പറ്റിയുള്ള ഈ മനോഹരമായ ഹൃദയം കവരുന്ന ഈ ചർച്ച നമുക്ക് തുടരാം. അമ്മയുടെ കൃപ നമുക്കെല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ തന്ത്ര സമ്പ്രദായങ്ങളിൽ പലതിലും കേവലം സ്വാർത്ഥ ചിന്ത കൊണ്ട് മാത്രം, കേവലം പണമുണ്ടാക്കുവാനുള്ള ചിന്ത കൊണ്ട് മാത്രം തന്ത്രത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വലിയ സംഘം, ഒരു കൊള്ള സംഘം എന്ന് തന്നെ പറയാം, ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഒരു സത്കർമ്മം ചെയ്യുന്നത്. ഇതിൻ്റെ റീച്ച്, ഇതിൻ്റെ എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുന്നു അത്രത്തോളം നമുക്ക് ഗുണം ചെയ്യും. കാരണം സച്ഛാസ്ത്രങ്ങളെ ദുരുപയോഗം ചെയ്യരുതെന്നാണ്. അപ്പോൾ ഈ സച്ഛാസ്ത്രമായിരിക്കുന്ന ലളിതാ സഹസ്രനാമത്തെ, ഏറ്റവും ഉത്തമമായ ഉപാസനാ പദ്ധതിയെ സ്വാർത്ഥങ്ങളായ ലക്ഷ്യങ്ങൾ വെച്ച് നശിപ്പിക്കുന്നതിനെതിരെ ചെയ്യാവുന്ന ഏറ്റവും നല്ല കർമ്മം അതിനെ സ്വാർത്ഥ ലേശമില്ലാതെ പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. ഒരു ഉത്തമനായ ഗുരുവിൻ്റെ നിർദ്ദേശമില്ലാതെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉപാസനയിലേക്ക് കടക്കുക ദുഷ്കരമാണ്, കടക്കുന്നത് അബദ്ധവുമാണ്. അപ്പോൾ ഗുരു ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ ഗുരു ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കണമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ ക്രമികമായി പഠിച്ചവൻ, മ്ലേച്ഛനല്ലാത്തവൻ, ശ്രേഷ്ഠനായവൻ എന്നൊക്കെ പല അർത്ഥം പറയാം. ശബ്ദത്തെ വികലമായി ഉച്ചരിക്കുന്നവനെ മ്ലേച്ഛൻ എന്നാണ് പാണിനി മഹർഷി വിളിക്കുന്നത്. ഭാഷയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന പാണിനി മഹർഷി. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ വിശുദ്ധമായ ആ ഭൂമികയിലേക്ക് പ്രവേശിക്കുകയാണ്. സാക്ഷാൽ ഹയഗ്രീവൻ്റെയും അഗസ്ത്യമുനിയുടെയും ലോപാമുദ്രാംബയുടെയും എല്ലാം അനുഗ്രഹത്തോടു കൂടി. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ശ്രീമാത എന്ന ശബ്ദത്തോടു കൂടിയാണ് ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത്. ശ്രീമാത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാത്രം അർത്ഥം പറയണമെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു 1000 എപ്പിസോഡ് വേണ്ടി വരും. അത്ര അധികം വിപുലമാണത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹ്രസ്വമെങ്കിലും കാര്യമാത്ര പ്രസക്തമായി ഈ ആശയത്തെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൂടാ? ഇത്തരം കാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിന് ശ്രദ്ധയും ക്ഷമയും ചിത്തശുദ്ധിയും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അമ്മയുടെ ഈ അത്യുത്തമമായ രഹസ്യനാമ സാഹസ്രകം അതിൻ്റെ അർത്ഥതലങ്ങളുടെ വിശദീകരണത്തോടു കൂടി ചിന്തിക്കുവാനും പഠിക്കുവാനും നമ്മെ ഏവരെയും അമ്മ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ ഇൻട്രൊഡക്ടറി വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇംഗ്ലീഷിൽ ചെയ്യുന്നത് ലോകം മുഴുവനുള്ള അമ്മയുടെ ഭക്തർക്ക് ഇത് എത്തിച്ചേരണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സാധ്യമല്ല. കാരണം യാത്രകളിലായിരിക്കും മിക്കപ്പോഴും. അപ്പോൾ എപ്പോഴും ഒരു വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് ഇതുപോലെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശബ്ദം യാത്രയിലാണെങ്കിൽ കൂടെ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ രൂപത്തിലാക്കി നമ്മുടെ ഗുരുവിദ്യാസാഗർ ഒഫീഷ്യൽ എന്ന ഈ ചാനലിലിടും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ആശയങ്ങൾ പരമാവധി ആളുകളിലേക്ക് സൗജന്യമായി എത്തിക്കുക. കാരണം അത്രയധികം കച്ചവടം ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സംശുദ്ധമായ ആ പാരമ്പര്യത്തെ അവഹേളിക്കാത്ത വണ്ണം ഇത് പ്രചരിക്കപ്പെടേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.